ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണി മസാലയ്ക്ക് എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ദേ ജാതിക്ക, അതിൻ്റെ തോട് പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ട്, അത് നമുക്ക് മാറ്റിയിട്ടിടാം. പിന്നെ 3 കാഷ്യൂനട്ട് എടുക്കണം, അത് ഇടണം. പിന്നെ പട്ട 3 എണ്ണം. പിന്നെ ഇത് പെരുംജീരകം അല്ല എന്താ പറയാ, ഗ്രാമ്പ് ഒരു 4 എണ്ണം ഇല്ല 5 എണ്ണം, അത്. പിന്നെ പെരുംജീരകം ഒരു സ്പൂണ്, പിന്നെ ഇതെന്താ, കുരുമുളക് എന്തായാലും ഒരു സ്പൂണ്. പിന്നെ സ്റ്റാർ ഫ്ലവർ, അത് എന്തായാലും 1-2 എണ്ണം മതി. പിന്നെ ചെറിയ ജീരകം, അത് 1 സ്പൂൺ മതി. അത്രയാണ് നമ്മുടെ ഇതിന് വേണ്ടത് കേട്ടോ. ഇതിന് ഗായ്സിനെ കാണിച്ചു കൊടുക്കാം. ഇതാണ് ജാതിക്കേന്റെ ഉള്ളിലുള്ള കാര്യം. ഇതാണ് ജാതിക്കേന്റെ ഉള്ളിലുള്ള ഒരു സാധനമാണ്, പേരെന്ന് അറിയില്ല. നമുക്കെന്നാ മിക്സിയിലോട്ടിട്ടുണ്ട്. അപ്പൊ ഗായ്സ്, നമ്മൾ നേരത്തെ ഇട്ട ഇതൊക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഇതായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ചെറിയ ഉള്ളി എടുത്തിട്ട് നമുക്ക് നേരത്തെ അരച്ച ജാറിനകത്തേക്ക് ഇടാം. നമ്മൾ ഇട്ടിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ഇത് ചെയ്യാം, പച്ചമുളക് ഇടാം. പിന്നെ നമുക്ക് 2 ഇഞ്ചി ഒരു പച്ചമുളകും കൂടി ചേർക്കാം. പിന്നെ നമുക്ക് ഇച്ചിരി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യാം. ഇത്രയും വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇനി ഇഞ്ചി ഇത്രയും. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുതിന ഏകദേശം നമുക്കൊരു ഇത്ര ആഡ് ചെയ്യാം, കാരണം ഒരു ടേസ്റ്റ് ആയിരിക്കും പുതിന. കുറച്ചും കൂടി ഇടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിനാണ് നമ്മൾ ഈ പുതിന ചേർക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെന്നിട്ട് ഇതും കൂടി ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് വേഗം വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തത് ഈ ഒരു പരുവത്തിലാകും. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്കിനി തീ കത്തിച്ചിട്ട് കുക്കർ വെക്കാം. അപ്പോൾ ഇത് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയിലേക്ക് കുക്കർ വെക്കാം. അപ്പോൾ കുക്കറിന് ലേശം ചൂടായി വരട്ടെ. ചൂടായി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ഓയിലും പിന്നെ നല്ല നെയ്യും. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാൻ നമുക്ക് 2 നേരം വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് സൂക്ഷിച്ച് ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫുൾ ഓയിൽ അങ്ങ് ആഡ് ചെയ്യാം. പിന്നെ നമ്മളങ്ങ് ആഡ് ചെയ്യേണ്ടേ ഗീ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഗീ ഇച്ചിരി 1 സ്പൂൺ എടുക്കണം, എന്നിട്ട് ഇതിലോട്ട് ഇടണം. അപ്പോഴത്തേക്ക് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. അപ്പോഴത്തേക്ക് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വേഗം ഒന്ന് അലുത്ത് ഈ ഓയിലായിട്ട് മെൽട്ട് ആയിക്കോളും. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇട്ടേ ഉള്ളൂ, അതിന് മുന്നേ ഇത് മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മെൽട്ടായ സാധനത്തിലേക്ക് ഇനി നമുക്ക് അടുത്ത സാധനം ചേർക്കണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം. ഫുഡ് വേസ്റ്റ് ചെയ്യരുത്, അങ്ങനെ പറയണോ? അപ്പോൾ ഗൈസ്, നമുക്കുണ്ടല്ലോ അരച്ച് വെച്ച് ഈ സാധനം ഇനി ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇത് പയ്യെ ചേർക്കണേ, ഇത് ചിലപ്പോൾ ഇങ്ങനെ തിളച്ച് ചാടും. പയ്യടാം, ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഗൈസ്, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ ഇതൊക്കെ ഈ ഷേപ്പിലായി മാറും. കണ്ടോ? അപ്പോൾ നമ്മുടെ ഇത് നല്ല പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് പൊടിച്ച് മസാല എടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. നല്ലപോലെ ഇളക്കണം.
നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും അതിൻ്റെ ഒപ്പം തന്നെ 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞളും കൂടി ചേർത്ത് 1/2 സ്പൂൺ മഞ്ഞളും കൂടി ചേർത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഇത് നല്ല പരിവായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് 1 കപ്പ് വെള്ളം വേഗം ആഡ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇളക്കുവാണ്. ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇച്ചിരി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇച്ചിരി കേട് ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ ഇച്ചിരി മാറും. കണ്ടോ, നല്ല പരിവായി വന്നിട്ടുണ്ട്. ചിലരിങ്ങനെ ഇളക്കി കൊടുക്കണം. കണ്ടോ, ഈ കട്ട പോലെ ഇരിക്കുന്ന തൈര് ഇതൊക്കെ ഒന്ന് പോയി കിട്ടണം. അപ്പോൾ ഗൈസ് നമുക്ക് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യാം. ഇച്ചിരിയും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. അയ്യോ, അതിനെ ഇളക്കണമായിരുന്നല്ലോ. അപ്പോൾ ഈ ഉപ്പൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി ഇതെല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രഷ് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇച്ചിരി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഞങ്ങൾ ഫ്രഷ് ആയിട്ട് നേരിട്ട് ഒന്ന് മേടിച്ചോണ്ട് വന്നായിരുന്നു. ഇത് ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ചിക്കൻ ഒക്കെ ഇട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയായിട്ട് കുറച്ച് നേരം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് 5-10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. മൂടി വെക്കാം. ഉണ്ട്, ഇതുപോലത്തെ പരിവായി നമുക്കൊന്ന് ഇതൊന്ന് മൂടി വെക്കാം 5-10 മിനിറ്റ്. അപ്പോൾ ഗായ്സ് നമ്മുടെ ഈ ചിക്കൻ നമ്മുടെ ഈ ബിരിയാണീൻ്റെ സാധനങ്ങളൊക്കെ കറക്റ്റ് ചിക്കൻ കറി പോലെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ഓൾറെഡി ഇതിനകത്ത് ചിക്കനിലെ എല്ലാത്തിൻ്റെയും കൂടി വെള്ളം ഇറങ്ങിയതേ ഒരു 2 കപ്പായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ റൈസ് എടുത്തേക്കുന്നത് ഇതിൻ്റെ 1 കപ്പാണ്. അപ്പം നമുക്ക് ഇതിലേക്കൊരു 3 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 3 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. അപ്പം നമ്മൾ 1 കപ്പ് ഇപ്പോൾ ഇതിനകത്ത് എടുത്തു. പയ്യെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇച്ചിരി കൂടെ വേഗം ചെയ്യാം. സോറി, അതിനി തുടക്കണം. ഇനി നമുക്ക് 1 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ കറീൻ്റെ വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസ് വെള്ളത്തിൽ ഇതാക്കിയിട്ട് കഴുകിയിട്ട് ഞാൻ ഇതുപോലെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളം എല്ലാം പോവാൻ. നമുക്കൊരു 3 കപ്പ് ബസ്മതി റൈസ് വേണം ഇടാൻ. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒരു തക്കാളി ഫുള്ള് ഞങ്ങളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അത് ഇടണം. പിന്നെ പുതിന നമ്മൾ മുമ്പേ ഇതിന് ചേർത്ത് മാറ്റി വെച്ചത് അത് ഇട്ട് കൊടുക്കണം. പിന്നെ മല്ലിയില കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്ത് ഇനി കാഷ്യൂ നട്ട്സ് ഇതിടണം. കാഷ്യൂ നട്ട്സ് ഫുള്ളിടാം. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കിത് ഒരു വലിയ അടപ്പ് വെച്ചിട്ട് അടപ്പ് വെച്ചിട്ട് ഒരു വെയിറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കണം.
നല്ല വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൂട്ടി വെക്കണം. കുറച്ച് വെക്കണം നമ്മളെ. കുറച്ച് വെക്കണം. 10 മിനിറ്റ് നമ്മൾ ഇത് വെച്ചിരിക്കണേ. വെയിറ്റ് വെച്ചിട്ട് ഇത് കുറച്ചിട്ട് 10 മിനിറ്റ് വെക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ സാലഡൊക്കെ ഇവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. വാവ്, നല്ല ചൂടുള്ള ഹൈറ്റ് ഹീലിട്ടിട്ട് അല്ലെങ്കിൽ ഹൈറ്റില്ല. നല്ല ടേസ്റ്റി. എന്തായിരുന്നു അതിൻ്റെ പേര്? ബിരിയാണി എന്നും പറയുന്നു. ഗൈസ് നമ്മുടെ ബിരിയാണി എങ്ങനെയുണ്ട്? നമ്മുടെ ബിരിയാണി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. കണ്ട നമുക്ക് ചിക്കൻ പീസൊക്കെ കണ്ടോ? നല്ല ടേസ്റ്റ്. മണം വന്നപ്പോഴേ ഞങ്ങൾക്ക് വെള്ളം വന്നു തുടങ്ങി. വായിൽ മണം വന്നപ്പോഴേ വെള്ളം തോന്നും. നമ്മൾ ചോറിനിട്ട് ഭയങ്കര ചൂടാവി. പിശിക്കാടാ എപ്പോഴും എന്നോട് ഇരിക്കുന്ന ഡയലോഗ്. അപ്പൊ ഗൈസ് നമുക്ക് സാലഡ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ നാട്ടിലെ ചിക്കനിൽ ഇത് വരുന്നില്ല. ഇത് ഉണ്ടോ നമ്മുടെ നാട്ടിലെ ചിക്കൻ്റെ മസാല അല്ലേ ഇതിന് കാണുമ്പോൾ നല്ല വെളുത്തിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലെ മസാലാസ് പൊടി ഇരിക്കില്ല. നമ്മളിട്ട മസാലാസ് ചിക്കനിൽ നന്നായിട്ട് ചേരും, നല്ല രുചിയാണ്. പക്ഷെ കാണാൻ അത്രയ്ക്ക് കാണത്തില്ല, പക്ഷെ ഭയങ്കര രുചിയായി സാധനത്തിന്. അപ്പം ഗായ്സ് നമ്മുടെ ചിക്കനൊക്കെ കണ്ടില്ലേ, കുഴിമന്തീൻ്റെ പോലെ ആയിട്ടുണ്ട്. ചിക്കൻ കണ്ട, ചിക്കൻ ഇതിന് റൈസിൻ്റെ കൂടെ കൂട്ടി കഴിക്കണം. ചിക്കൻ താഴ്പോയി. അമ്മ ചിക്കൻ കിട്ടുന്നില്ല. നല്ല സോഫ്റ്റ് ചിക്കനാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ബിരിയാണിക്ക്. ശരിക്കും ഇത് അൽഫാമും കുഴിമന്തിയും ചേർന്നൊരു ടേസ്റ്റാണ് ഇതിന്. നിങ്ങളെല്ലാവരും ഇത് വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ